നമസ്കാരം, സിറ്റി ന്യൂസിലേക്ക് സ്വാഗതം. സിറ്റി ചാനൽ സംപ്രേഷണം ചെയ്ത രാമായണ പാരായണത്തിൽ പങ്കുചേർന്നവർക്ക് ആദരം. തളാപ്പ് ശ്രീ സുന്ദരേശ്വര ക്ഷേത്രത്തിൽ നടന്ന ചടങ്ങിൽ ഭക്തിസംവർദ്ധനി യോഗം സെക്രട്ടറി KP വിനോദ് കുമാറും സിറ്റി ചാനൽ ഡയറക്ടർമാരും ചേർന്ന് പൊന്നാടി അണിയിച്ച് ആദരിച്ചു. വർഷങ്ങളായി രാമായണ മാസം ആരംഭം മുതൽ സിറ്റി ചാനലിൽ രാമായണ പാരായണം നടന്നു വരുന്നുണ്ട്. ഈയൊരു ഉദ്യമത്തിൽ ഇത്തവണ നേരിട്ടും അല്ലാതെയും പങ്കെടുത്തവർക്കുള്ള ആദരവാണ് ക്ഷേത്രാങ്കണത്തിൽ വെച്ച് നടത്തിയത്. കർക്കിടക മാസത്തെ രാമായണ പാരായണം കഴിഞ്ഞിട്ട് നമ്മളൊപ്പരം അന്നോട്ട് ഇന്ന് വരെ നമ്മളൊപ്പം സഹകരിച്ച ഈ 5 ആളാണ്. അപ്പോൾ ഈ 5 ആൾക്ക് സിറ്റി ചാനലിൻ്റെ വക ഒരു മെമ്മൻഡോ കൊടുക്കാനായിട്ട് നമ്മൾ തീരുമാനിച്ച സിറ്റി ചാനലിൻ്റെ ഡയറക്ടർമാർ ഇവിടെയുണ്ട്. അപ്പോൾ തളപ്പമ്പലത്തിലെ സെക്രട്ടറീനെ ക്ഷണിച്ചുകൊള്ളുന്നു. രാമായണ മാസത്തിൽ ഇവിടെ രാമായണ പാരായണം ചെയ്ത് എല്ലാവരും നമ്മുടെ ഇത് കണ്ട് ഈ പരിപാടി സിറ്റി ചാനലിലുള്ള സംപ്രേഷണം വഴി എല്ലാവരും കണ്ട് അറിഞ്ഞിട്ടുണ്ടാവും. ഈ ആദരിക്കുന്നവരെ അടുത്ത തവണ ഇനി ആദരിക്കുവാൻ ചെയ്യുന്നുണ്ട്. ഇവരുടെ കുടുംബാംഗങ്ങളെയും കൂടി സംഘടിപ്പിച്ച് നല്ലൊരു പരിപാടി, നല്ല മോടി കൂട്ടി ചെയ്യണമെന്ന് ആഗ്രഹിക്കുന്നു. ഇവർക്കെല്ലാവർക്കും ശ്രീ ഭക്തി സമൃദ്ധി യോഗത്തിൻ്റെ പേരിൽ ആശംസകളും അറിയിക്കുന്നു. തുടക്കം മുതൽ രാമായണ പാരായണത്തിനായി എത്തിയ മട്ടന്നൂരിലെ ജീജ മുകുന്ദൻ വൈദ്യർ, മൊളോളത്തെ രാജേശ്വരി, എളയാവൂരിലെ രഞ്ജിനി രാമകൃഷ്ണൻ, കണ്ണോത്തുംചാലിലെ സീതാലക്ഷ്മി, എടച്ചൊവ്വയിലെ ശോഭ M എന്നിവർക്കാണ് ആദരവ് നൽകിയത്. കണ്ണൂർ ജില്ലയിലെ മട്ടന്നൂർ സ്വദേശിയാണ്. ഞാൻ ആയുർവേദ പാരമ്പര്യ വൈദ്യ കൂടിയാണ്. ഏകദേശം 26 വർഷമായി ഈ ഫീൽഡിൽ പ്രവർത്തിച്ചു വരുന്നത്. മിക്ക ക്ഷേത്രങ്ങളിലും ദേവി ഭാഗവതവും സപ്താഹങ്ങളിലൊക്കെ പങ്കെടുക്കാറുണ്ട്. അങ്ങനെ ഒരു ദിവസം സിറ്റി ചാനലിൻ്റെ ആൾക്കാർ വന്നു, അവിടെ പാരായണം ചെയ്തു. ഇവിടെയുള്ള ക്ഷേത്ര ഭാരവാഹികൾക്കും ഈ അനുമോദനം തന്ന എല്ലാവർക്കും എൻ്റെ അഭിനന്ദനങ്ങൾ അറിയിക്കുകയാണ്. ഞാൻ രാജേശ്വരി, അഴീക്കോട് മൊളോളം ശിവക്ഷേത്രത്തിനടുത്താണ്. പിന്നെ നാരായണീയം പാരായണം ഉണ്ട്. ഞങ്ങൾക്കൊരു സമിതിയുണ്ട്, 10-20 പേരുള്ളൊരു സമിതിയുണ്ട്, അക്ഷരി നാരായണീയ സമിതി. പല അമ്പലങ്ങളിലും അധികം എല്ലാ ഗുരുവായൂരും അവിടെയെല്ലാം പോയിട്ട് നാരായണീയം വായിക്കലുണ്ട്. രാമായണം ഞങ്ങൾ 10-22 വർഷമായി അഖണ്ഡ രാമായണ പാരായണവും എല്ലാം ചെയ്യുന്നുണ്ട്. അപ്പോൾ ഈ വർഷം കർക്കിടക മാസം ഇങ്ങനെ സിറ്റി ചാനലിൽ വായിക്കാൻ കിട്ടിയൊരവസരം ഈശ്വരൻ്റെ ഒരു അനുഗ്രഹമായിട്ട് ഞാൻ ഈശ്വരനോട് നന്ദി പറയുന്നു. എൻ്റെ പേര് രഞ്ജിനി. ഞാൻ എളയാവൂർ അമ്പലത്തിൻ്റെ അടുത്ത് താമസിക്കുന്നു. അമ്പലവുമായി ബന്ധപ്പെട്ട് ഒരുപാട് കാര്യങ്ങളിൽ പങ്കാളിയാവാറുണ്ട്. ഞങ്ങൾ ഒരു ഭജന ട്രൂപ്പ് 5-8 വർഷമായി നടത്തിക്കൊണ്ട് പോകുന്നുണ്ട്. നാരായണീയം ഓൺലൈൻ ക്ലാസ് പഠനം നടക്കുന്നുണ്ട്. പിന്നെ ക്ഷേത്രങ്ങളിൽ നടക്കുന്ന അഖണ്ഡ പാരായണങ്ങളിൽ ഒരു പങ്കാളിയാവാറുണ്ട്. ആദ്യമായിട്ടാണ് ഇങ്ങനെ സിറ്റി ചാനലിൻ്റെ ഒരു രാമായണ പാരായണത്തിൻ്റെ ഒരു ഭാഗമാകാൻ പറ്റിയത്. അതിൽ പ്രതിഭയോടും ബിജുവിനോടും ഒരുപാട് നന്ദി. എൻ്റെ പേര് സീതാലക്ഷ്മി. കണ്ണോത്തുംചാല് ചൊവ്വ മാതൃസമിതിയിലെ അംഗമാണ്. പിള്ളയാർകോവിലും മാണിക്യ ക്ഷേത്രത്തിലും എല്ലാം കുറേ കാലമായി പ്രവർത്തിച്ചു വരുന്നു. പിന്നെ 7-8 വർഷമായി ഗുരുനാഥ രാജേഷ് ആചാര്യൻ്റെ കീഴിൽ അഗ്നിഹോത്രവും എല്ലാം പഠിച്ച് വന്ന് എപ്പോഴും ചെയ്യുന്ന ഒരു വ്യക്തിയാണ്. അഖണ്ഡപാരായണം, നാരായണീയം അവയെല്ലാം ചൊല്ലാൻ പോകുന്നുണ്ട്. അതിനിടയിലാണ് സിറ്റി ചാനലിൻ്റെ വിജേഷ് വന്ന് വിളിച്ചത്. അതൊരു ഭഗവാന്റെ അനുഗ്രഹമായിട്ട് തന്നെ ഞാൻ കാണുന്നു. ആ ചാനലിൻ്റെ കൂട്ടർക്കും ഇതിൽ പ്രവർത്തിച്ച എല്ലാവർക്കും നന്ദി, നമസ്കാരം. സിറ്റി ചാനലിന്റെ ഡയറക്ടർമാരായ സജീവ് PT, സജീവൻ K, ആനന്ദ് PT, പ്രദീപൻ C, അസ്ലം മടത്തിൽ എന്നിവരും ക്ഷേത്രം സെക്രട്ടറി KP വിനോദ് കുമാറും ചേർന്നാണ് പൊന്നാടി അണിയിച്ച് ഉപഹാരം കൈമാറിയത്. ചടങ്ങിൽ തളാപ്പ് ഭക്തി സംവർദ്ധനി യോഗം ഡയറക്ടർ KE പ്രശാന്തൻ, വിനീഷ്, രഞ്ജിത്ത്, രാജേഷ് PV, ഷൽന, ബിജേഷ് തുടങ്ങിയവരും പങ്കെടുത്തു. രാമായണ പാരായണത്തിനായി ക്യാമറ ബിജേഷ് എളയാവൂരും, എഡിറ്റിംഗ് അജിത് ശങ്കറും, ഓൺലൈൻ പ്രമോഷൻ സായുജ് ചന്ദ്രനുമാണ് നിർവഹിച്ചത്. ന്യൂസ് ഡെസ്ക്, സിറ്റി ന്യൂസ്. കൂടുതൽ വാർത്തകൾ അറിയുവാൻ സിറ്റി ചാനൽ വാട്സ്ആപ്പ് ഗ്രൂപ്പിൽ ജോയിൻ ചെയ്യുക. ഒപ്പം YouTube ചാനൽ സന്ദർശിക്കുക. വാർത്തകളിടെ അവസാനിക്കുന്നില്ല. മറ്റൊരു വാർത്തയുമായി വീണ്ടും കാണാം. നമസ്കാരം.